നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ശക്തമായ, എന്നാൽ പലപ്പോഴും ആളുകൾക്ക് അത്ര പിടിയില്ലാത്ത ഒരു സംഘടനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF. എന്താണ് ഈ സംഘടന? ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വാ, നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ മുഴുവൻ ഇളകുകയാണ്. അവരുടെ കറൻസിയുടെ വില കുത്തനെ ഇടിയുന്നു. ആരെ സഹായിക്കും? ഈയൊരു വലിയ ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ IMFന്റെ തുടക്കം. അതെ, ഉത്തരം IMF ആണ്. ലോകത്തിന്റെ ഒരു സാമ്പത്തിക എമർജൻസി സർവീസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. 1930കളിലെ ആ മഹാസാമ്പത്തിക മാന്ദ്യവും പിന്നെ രണ്ടാം ലോക മഹായുദ്ധവുമൊക്കെ കഴിഞ്ഞ് ആഗോള സമ്പദ്വ്യവസ്ഥ തകരാതിരിക്കാൻ 1944ലാണ് ഇത് സ്ഥാപിച്ചത്. ഇന്ന് നോക്കുകയാണെങ്കിൽ 190 രാജ്യങ്ങൾ ഇതിലംഗങ്ങളാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1945ൽ ഇത് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതൽ ഇന്ത്യ ഒരു സ്ഥാപക അംഗമായിരുന്നു എന്നതാണ്. തുടക്കം മുതലേ നമ്മളുണ്ട്. IMFനെ ഒരു സാമ്പത്തിക ഫയർഫോഴ്സ് പോലെ സങ്കൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ ആ എമർജൻസി കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത്, അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് IMF ചെയ്യുന്നത്. ഒന്നാമത്തത്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങൾക്ക് ലോൺ കൊടുക്കുക. രണ്ടാമത്തത്, എല്ലാ അംഗരാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെ രാജ്യങ്ങളിലെ സാമ്പത്തിക സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ട ടെക്നിക്കൽ സപ്പോർട്ടും കൊടുക്കുക. ഇവയെല്ലാം ചേർന്നാണ് ആഗോള സാമ്പത്തിക പ്രതിസന്ധികളെ തടയുകയും വന്നാൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. ശരി, അപ്പോ ഈ സംഘടനയ്ക്ക് എവിടെ നിന്നാണ് പണം കിട്ടുന്നത്? ആരാണ് ഇവിടത്തെ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? നമുക്ക് നോക്കാം. ഇതിന്റെ എല്ലാം അടിസ്ഥാനം കോട്ട എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഓരോ രാജ്യവും അവരുടെ സമ്പദ്വ്യവസ്ഥയുടെ വലിപ്പത്തിനനുസരിച്ച് IMFലേക്ക് ഒരു നിശ്ചിത തുക സംഭാവന ചെയ്യണം. ഈ സംഭാവന കൂടാതെ IMFന്റെ കയ്യിൽ സ്പെഷ്യൽ ഡ്രോയിംഗ് റൈറ്റ്സ് അഥവാ SDR എന്ന ഒരു പ്രത്യേക ആസ്തി കൂടിയുണ്ട്. ഇത് പല രാജ്യങ്ങളുടെ കറൻസികൾ ചേർന്നൊരു അന്താരാഷ്ട്ര റിസർവ് ആസ്തി പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ കോട്ട വെറുമൊരു സംഭാവന മാത്രമല്ല കേട്ടോ. ഒരു രാജ്യം എത്ര പണം കൊടുക്കുന്നോ അതനുസരിച്ചായിരിക്കും ആ രാജ്യത്തിന് IMFലെ വോട്ടിംഗ് പവറും. അതുപോലെ ആവശ്യം വന്നാൽ എത്രത്തോളം പണം കടം വാങ്ങാമെന്നതും ഈ കോട്ടയാണ് തീരുമാനിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ കൂടുതൽ പണം, കൂടുതൽ അധികാരം. ഈ ചാർട്ട് നോക്കിയാൽ അത് വ്യക്തമാകും. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥകൾക്ക് വോട്ടിംഗ് അധികാരത്തിന്റെ സിംഹഭാഗവും കിട്ടുമ്പോൾ ഇന്ത്യയുടെ വിഹിതം ഏകദേശം 2.75%. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവികമായും വലിയ രാജ്യങ്ങൾക്ക് വലിയൊരു സ്വാധീനമുണ്ടാകും. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതേസമയം തന്നെ കുറച്ച് വിവാദപരമായ ഒരു കാര്യം വരുന്നത്. IMF കൊടുക്കുന്ന ലോൺ അതൊരു വെറും ലോണല്ല, അതിന് ചില സ്ട്രിങ്സ് അറ്റാച്ച്ഡ് ഉണ്ട്. അതായത് ഈ പണം കിട്ടണമെന്നുണ്ടെങ്കിൽ IMF പറയുന്ന ചില കടുത്ത സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആ രാജ്യങ്ങൾ നടപ്പിലാക്കിയേ പറ്റൂ. ഇതിനെയാണ് കണ്ടീഷണാലിറ്റി എന്ന് പറയുന്നത്. കടം തിരിച്ചടയ്ക്കാനും സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുമാണ് ഈ നിബന്ധനകളെന്ന് IMF പറയുമ്പോഴും ഇതിന് വലിയ വിമർശനങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ സർക്കാർ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുമൊക്കെ ഈ നിബന്ധനകൾ കാരണമാകാറുണ്ട്. ഇത് സാധാരണക്കാരെ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ ദോഷകരമായി ബാധിച്ചേക്കാമെന്നൊരു വലിയ വിമർശനം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ നിയമങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ അനുഭവം തന്നെ ഒരു ഉദാഹരണമായിട്ടെടുക്കാം. ഇന്ത്യയുടെ യാത്ര ശരിക്കും ശ്രദ്ധേയമാണ്. 1945ൽ ഒരു സ്ഥാപക അംഗമായി തുടങ്ങിയ നമ്മൾ 1981ലും പിന്നെ ചരിത്രപ്രധാനമായ 1991ലും വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ IMFൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇന്ത്യ IMFന് പണം നൽകുന്ന, മറ്റു രാജ്യങ്ങളെ സഹായിക്കുന്ന ഒരു ശക്തമായ രാഷ്ട്രമായി മാറിയിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, എന്തൊരു മാറ്റമാണത്! ഈ പട്ടിക ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. പണ്ട് കടം വാങ്ങിയിരുന്ന രാജ്യത്തിൽ നിന്ന് ഇന്ന് IMFന്റെ തീരുമാനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും മറ്റ് രാജ്യങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഇതൊരു ചെറിയ മാറ്റമല്ല. ശരി, ഇനി നമുക്ക് വലിയ ചിത്രത്തിലേക്കൊന്നുകൂടി വരാം. പരസ്പരം ഇത്രയധികം സാമ്പത്തികമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇന്നത്തെ ലോകത്ത് IMFന്റെ പ്രസക്തി എന്താണ്? ഒരു രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി മറ്റു രാജ്യങ്ങളിലേക്ക് പടരാതെ തടയുന്ന ഒരു സേഫ്റ്റി നെറ്റ് പോലെയാണ് IMF പ്രവർത്തിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് ഒരു ധൈര്യം കൊടുക്കുന്നു, സാമ്പത്തിക സഹകരണത്തിന് ഒരു പൊതുവേദിയൊരുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അതിന്റെ നയങ്ങളെക്കുറിച്ചും നിബന്ധനകളെക്കുറിച്ചും കടുത്ത വിമർശനങ്ങളുണ്ടെങ്കിൽ പോലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി IMF ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ
നമ്മൾ ഇതുവരെ കണ്ടതുപോലെ IMF ഒരു സാമ്പത്തിക ഫയർഫോഴ്സ് തന്നെയാണ്, സംശയമില്ല. എന്നാൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. വോട്ടിംഗ് അധികാരം പണവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ആരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കാണ് മുൻഗണന ലഭിക്കുന്നത്? ഏത് തീ അണയ്ക്കണം, അതിനെത്ര വെള്ളമൊഴിക്കണം, എന്ത് നിബന്ധനകൾ വെക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ വലിയ സാമ്പത്തിക ശക്തികൾക്ക് കൂടുതൽ സ്വാധീനമുണ്ടോ? ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.